എല്ലാവർക്കും ചിന്തയിലേക്ക് സ്വാഗതം. നിങ്ങൾ ദുഷിക്കുന്നതിന് വേണ്ടി വേണ്ടു പ്രാർത്ഥന നമ്മുടെ വികാരങ്ങളെയും മറ്റുള്ളവരിലേക്ക് നമ്മുടെ ബന്ധങ്ങളെയും ദൈവത്തോട് തുറന്നതാണ്. മറിയയും കുറിച്ച് അതിലേക്ക് പ്രവേശിപ്പാനും അതിന്റെ കാഴ്ചപ്പാട് അതിലേക്ക് കൊണ്ടുവരാനും അനുവദിക്കുന്നു. പ്രാർത്ഥന നമ്മുടെ ഇഷ്ടങ്ങളും വികാരങ്ങളും പ്രവർത്തി സാവധാനം ഉറപ്പായും നമ്മുടെ ഹൃദയങ്ങളെ മാറ്റാൻ വിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നു. നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കാനുള്ള യേശുവിന്റെ ആഹ്വാനം പ്രാർത്ഥനയ്ക്കുള്ള ആഹ്വാനം തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ അതിശയിക്കുന്നില്ല. നിങ്ങൾ സാധിക്കും. യേശു മറിയയും ദൈവത്തിന്റെ കണ്ണുകളിലൂടെയും ആത്മാവിന്റെ സഹായത്തോടെ ഹൃദയങ്ങളിലൂടെയും ക്ഷമിക്കപ്പെടുവാനുള്ള ഒരു വ്യക്തിയെ അറിയാമായിരുന്നു. കാണുവാൻ നാം പഠിക്കണം. അതിനാൽ അവനെയും അവൻ ശിഷ്യന്മാരെയും നിങ്ങളുടെ ജീവിതത്തിലെ സഹായിക്കാത്ത ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ പ്രധാനമായത് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്താണ് പ്രാർത്ഥിക്കാൻ കഴിയുക എന്നത് തന്നെ. പ്രാർത്ഥിക്കാൻ സ്നേഹമുള്ള ദൈവമേ, എന്നെ വേദനിപ്പിക്കുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്തവരെ കുറിച്ച് എനിക്ക് എങ്ങനെ തോന്നുന്നു അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങ് അവരെ സ്നേഹിക്കുക എന്നതിനാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് തരണമേ. ചെയ്യുമ്പോൾ ജീവിതത്തിൽ ശരിക്കും പ്രധാനമുള്ളത് എന്താണെന്ന് നമുക്ക് സ്വയം ഓർമ്മിപ്പാൻ കഴിയും. യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുന്നതിനായി സൃഷ്ടിച്ചുകൊണ്ട് നാം വേഗം കുറയുമ്പോൾ അവൻ്റെ സ്നേഹവും ജീവിതവും കൊണ്ട് നമ്മെ നിറയ്പ്പാൻ അവനോട് നമുക്ക് ആവശ്യപ്പെടാം. അവൻ്റെ പ്രിയ ശിഷ്യനായിരിക്കുന്നതിന് നമുക്ക് ആനന്ദിക്കാം. യേശുവിൽ നിന്ന് സ്വീകരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന എന്താണ്? ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ അവൻ്റെ കാൽക്കൽ ഇരിപ്പാൻ കഴിയും? പ്രാർത്ഥിക്കും. പ്രിയ യേശുവെ, അങ്ങയുടെ വഴികളിൽ എന്നെ പഠിപ്പാൻ ഇഷ്ടപ്പെടുന്നതിന് നന്ദി. എൻ്റെ പ്രവർത്തികളാൽ അങ്ങയിൽ വ്യതിരിക്കാതെ അങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിപ്പാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളാൽ ദൈവം നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.